വെൽക്കം ഓൾ. ഐ എം സതീഷ് കുമാർ. നമ്മൾ CBSEയുടെ 10th ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൻ്റെ എൻഡിലുള്ള എക്സസൈസിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കുന്നത്. ഓക്കെ, പോയാലോ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോപ്പർ വയർ ഹാസ് ഡയമീറ്റർ ഓഫ് 0.5 mm ആൻഡ് റെസിസ്റ്റിവിറ്റി, ആലോചിക്കുക, റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റിവിറ്റി of 1.6 into 10⁻⁻8 ohm meter. What will be the length of this wire to make its resistance in 10 ohm? How much does the resistance change if the diameter is doubled? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കോപ്പർ വയർ 0.5 mm ഡയമീറ്റർ ഉള്ളൊരു കോപ്പർ വയർ, അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 1.6 into 10⁻⁸ ഓം മീറ്റർ ആണ്. എങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് 10 ohm ആവാൻ എത്ര വേണം, എത്ര ലെങ്ത് വേണം? ഈ നമുക്ക് എത്ര 10 ohm ആകുമ്പോൾ എത്ര ലെങ്ത് കാണും വയറിനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് ഡസ് ദ റെസിസ്റ്റൻസ് ചേഞ്ച് ദ ഡയമീറ്റർ ഇസ് ഡബിൾഡ്? ഇനി ദ ഡയമീറ്റർ ഡബിൾ ആയാൽ ഈ വയറിൻ്റെ അവിടെ എത്രയായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് ചോദിക്കും. ഇപ്പോൾ 2 ക്വസ്റ്റ്യനാണ്. നമുക്ക് അതിൻ്റെ ആദ്യത്തെ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ തന്നിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ റൗണ്ട് ആയിരിക്കുന്നത് πr² അല്ലെങ്കിൽ π × d/2² അല്ലേ. ഓക്കെ, ബാക്കിയെല്ലാം തന്നിട്ടുള്ള തന്നെയാണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 0.5 mm ആണ്. പക്ഷേ നമുക്ക് ഓം മീറ്ററിലായതുകൊണ്ട് തന്നെ 0.0005 മീറ്റർ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ്? 6 എന്നുള്ള 10 ohm ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. RA = ρ അല്ല, ലെങ്ത് L = RA/ρ, അതായത് R = ρ × L/A എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ L എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇവിടെ? RA/ρ ആണെങ്കിൽ 10 × റെസിസ്റ്റൻസ് അല്ലേ, 10 അല്ലേ, 10 × 3.14 ഇൻറ്റു എത്രയാണ്? ഏരിയ എന്ന് പറയുന്നത് πr² അല്ലേ, അല്ലെങ്കിൽ πd/2² അല്ലേ. അപ്പോൾ 10 × 3.14 × 0.0005 ഇൻറ്റു അല്ല /2 ആണ് അല്ലേ, /2² എന്നാണ്. അപ്പം /2² അപ്പം എന്താണ്? 1.6 × 10⁻⁻8, അതായത് റോ അല്ലേ, RA/ρ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. 1.6 × 10⁻⁻8 എന്നുള്ള നമുക്ക് ലാസ്റ്റിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ ഇനി അതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ 3.14 × 25/4 × 1.6 എന്ന് കിട്ടും. അതായത് ഈ പറഞ്ഞ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ സ്ക്വയർ എടുത്തു, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം 3.14 നമുക്ക് എന്താ 10 കൊണ്ട് 31.4 ആയി മാറി. 3.14 × 10 എന്നുണ്ട് 31.4 ആയി. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 122.7 മീറ്റർ എന്ന് നമുക്കിവിടെ ആൻസറും കിട്ടി. ഓക്കെ, എല്ല് കിട്ടി. ഇനി അടുത്ത എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പറഞ്ഞല്ല എന്താണ്? ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ വയർ ഈസ് ഡബിൾഡ്. ഇനി ആ ഡയമീറ്റർ ഡബിൾ ചെയ്താൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2 × 0.5 × 1 അതായത് നേരത്തെ ഉണ്ടായിരുന്നത് എന്താണ്? 0.5 മീറ്റർ ആയിരുന്നു അല്ലേ. ഇപ്പോൾ ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് × 2 ചെയ്യുക. അപ്പോൾ എന്തായി? 0.5 എന്ന് പറഞ്ഞാൽ ഡബിൾ ചെയ്യുമ്പോൾ 1 millimeter. ഓക്കെ, എന്ന് പറഞ്ഞാൽ 0.001 മീറ്റർ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് R = നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെയാണ്, ρ × L/A. റോ എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1.6 × 10⁻⁸8 ആണ്, ഇൻറ്റു L/A എന്ന് പറയുന്നത് നമുക്കുള്ള ആൻസർ കിട്ടി. എത്രയാണ്? 122.7 ബൈ A എത്രയാണ് കിട്ടി നമുക്കുള്ളത്? π × 12 × 10⁻⁻² അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. 1.6 × 10⁻⁸8 × 122.7 × 4 ഡിവൈഡഡ് ബൈ 3.14 × 10⁻⁶. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 250.09 × 10⁻² എന്നാണ്. അത് നമ്മൾ നന്നായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, വാല്യൂറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2.5 ohm എന്നാണ്. ഓക്കെ, അപ്പോൾ therefore the length of the wire is 122.7 meter and the double ആയി കഴിഞ്ഞാൽ the resistance is
2.5 ആണല്ലോ. ഓക്കെ, താങ്ക് യു.